നമസ്കാരം. കേരളം പകർച്ചവ്യാധികളുടെ പിടിയിലാണ്. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു? പനി, മഞ്ഞപ്പിത്തം, അമീബിക് ഇൻഫെക്ഷൻ എന്നിവ ഇവിടെ വ്യാപകമാണ്. വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതിന് ഉത്തരം കണ്ടെത്താൻ വളരെയധികം വിഷമമില്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം തന്നെയാണ് ഇതിന് ഉത്തരവാദി. അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും ജലസ്രോതസ്സുകളെ മലിനപ്പെടുത്തുന്നതുമാണ് ഈ രോഗങ്ങൾ പകരാൻ കാരണം. ഏതായാലും ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുകയാണ് ഫോർ ദ പീപ്പിൾ ഈ ആഴ്ച. ഭരണകൂടങ്ങൾ പല സംവിധാനങ്ങളും മുന്നോട്ട് വെച്ചു. മലയാളിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. മാലിന്യങ്ങൾ അയൽക്കാരൻ്റെ പറമ്പിലേക്കോ പൊതുനിരത്തിലേക്കോ വലിച്ചെറിയുന്ന ശീലം അവൻ അവസാനിപ്പിച്ചിട്ടേയില്ല. എന്തുകൊണ്ട് ഈ രോഗങ്ങൾ വരുന്നു? അത് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് പനിയും പകർച്ചവ്യാധികളും ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 100 കടന്ന് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശ കണക്കനുസരിച്ച് പനി ബാധിതരുടെ എണ്ണം 1,00,000 കടന്നുവെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ കണക്ക് കൂടി പരിശോധിച്ചാൽ കണക്കുകൾ ഭയപ്പെടുത്തുന്നതാണ്. എന്താണ് ഇത്തരത്തിൽ പകർച്ചവ്യാധികളുടെ സ്വന്തം നാടായി കേരളം മാറി എന്നത് പരിശോധിച്ചാൽ മനസ്സിലാകും. ഭരണകൂടത്തിനൊപ്പം കുറ്റക്കാർ പൊതുസമൂഹം കൂടിയാണെന്ന്. ഓരോ വർഷവും ഓരോ പുതിയ അസുഖങ്ങൾ നമുക്കിടയിലേക്ക് എത്തുകയാണ്. ഡെങ്കിപ്പനി, എലിപ്പനി, തക്കാളിപ്പനി എന്നിങ്ങനെ അമീബ മൂലമുള്ള ഇൻഫെക്ഷൻ വരെ എത്തി നിൽക്കുകയാണ് ഈ പട്ടിക. ഈ രോഗങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ നഗരങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യ കൂമ്പാരങ്ങളാണ് എന്നത് സംശയമില്ലാതെ ഉറപ്പിച്ചു പറയാം. മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളിലും വരാൻ പോകുന്ന ദുരന്തം മുൻകൂട്ടി കാണുന്നതിലും ഭരണകൂടം പരാജയപ്പെട്ടു എന്നത് സത്യമാണെങ്കിലും ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിധിവരെ കാരണക്കാർ നമ്മൾ തന്നെയല്ലേ? നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ പൊതുനിരത്തുകളിലേക്കും ജലാശയങ്ങളിലേക്കും വലിച്ചെറിഞ്ഞ് നമ്മൾ വിളിച്ചു വരുത്തിയ രോഗങ്ങളല്ലേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതിൽ ഏറിയ പങ്കും? അടുക്കള മാലിന്യങ്ങളും മറ്റ് ഉപയോഗശൂന്യമായ വസ്തുക്കളും ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് വലിച്ചെറിഞ്ഞ ശേഷം അഭിമാനിയായി വീട്ടിൽ പോകുന്നവർ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള കാഴ്ചയാണിത്. യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലെ പൊതുനിരത്തിൽ കാറിലെത്തി മാലിന്യം റോഡിൽ നിക്ഷേപിക്കുകയാണ്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഒരു മാറ്റവും മലയാളിക്കുണ്ടായിട്ടില്ല എന്നതിന് ഉദാഹരണമാണ് ഈ കാഴ്ച. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് എരുമേലിയിൽ മണിമലയാറ്റിൽ നദിയിൽ കുളിച്ചുകൊണ്ടിരുന്നൊരു യുവാവ് പിന്നീട് അമീബിക് രോഗബാധയെ തുടർന്ന് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വായിലൂടെയോ കടന്ന അമീബ മെനിഞ്ചോ എൻഫെസലൈറ്റിസ് എന്ന രോഗമുണ്ടാക്കി. ഇതാണ് മരണകാരണം. നദിയുടെ മാലിന്യം തന്നെയാണ് അമീബയെ ഉള്ളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ 44 നദികളും ഇത്തരത്തിൽ മലിനപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് വരാൻ പോകുന്ന ഒരു ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേൾക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നതെങ്കിലും അത് ആശങ്കയാക്കി മാറ്റാൻ തയ്യാറായിക്കൊള്ളുക. കാരണം പതിയിരിക്കുന്നത് വലിയൊരു അപകട സാധ്യതയാണ്. എരുമേലിയിലെ മണിമലയാറിൽ കുളിച്ച പാടിക്കൽ സ്വദേശി അൻസിലിൻ്റെ മരണം മുന്നോട്ട് വയ്ക്കുന്നത് അത്രത്തോളം ആശങ്കകളാണ്. പുഴയിൽ കുളിക്കുന്നതിനിടയിൽ മൂക്കിലൂടെയോ വായിലൂടെയോ ചെവിയിലൂടെയോ അൻസലിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച വെള്ളത്തിലുണ്ടായിരുന്ന അമീബയിൽ നിന്നുള്ള അണുബാധയാണ് ഈ യുവാവിൻ്റെ മരണത്തിന് കാരണമായത്. കുളി കഴിഞ്ഞ ഉടൻ തോന്നിയ തലവേദന കടുത്തതോടെയാണ് യുവാവ് ചികിത്സ തേടിയത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കോമ സ്റ്റേജിലെത്തുകയും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ നടത്തിയ ചികിത്സ പോലും ഫലം കാണാതെ വരികയും ചെയ്തു. ഇവിടെയും വില്ലൻ മാലിന്യം തന്നെയാണ്. അല്ലെങ്കിൽ അവ അലക്ഷ്യമായി പുഴകളിലേക്ക് വലിച്ചെറിഞ്ഞ സമൂഹം തന്നെയാണ്. കക്കൂസ് മാലിന്യങ്ങളും രാസമാലിന്യങ്ങളും ഈ മാലിന്യങ്ങളുമൊക്കെ വഹിച്ചാണ് ഇപ്പോൾ നമ്മുടെ 44 നദികളും ഒഴുകുന്നത്. നിർഭാഗ്യകരമായ ഒരു കാര്യം കൂടിയുള്ളത്, നമ്മുടെ നാട്ടിലെ മിക്ക കമ്പനികളും പ്രവർത്തിക്കുന്നത് ഈ നദികൾക്ക് സമീപത്തു തന്നെയാണ്. ഇവിടെ നിന്നുള്ള രാസമാലിന്യങ്ങൾ നമ്മുടെ പുഴകളിൽ അനായാസം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുദാഹരണം വേണമെങ്കിൽ
പെരിയാറിൻ്റെ ഇന്നത്തെ അവസ്ഥയൊന്ന് പരിശോധിച്ചാൽ മാത്രം മതി. നമ്മുടെ നാട്ടിലുള്ള കുളത്തിലും കിണറ്റിലുമൊക്കെ വളരെ ഉയർന്ന അളവിൽ അമീബ കണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മളുടെ ഇപ്പം കുറച്ച് വെള്ളം നമ്മുടെ വായിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് നമുക്കൊരു അമീബിയാസിസോ അല്ലെങ്കിൽ അമീബ മൂലം ഉണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങളൊന്നും ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ അപൂർവമായിട്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളത്തിലോ അല്ലെങ്കിൽ നദിയിലോ ഒക്കെ കുളിക്കുന്ന സമയത്ത് ഈ അമീബ ഇനത്തിൽപ്പെട്ട ജീവികൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയും നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ മറികടന്ന് അത് തലച്ചോറിനെയൊക്കെ ബാധിക്കാനുള്ള വളരെ ചെറിയ ഒരു സാധ്യതയുണ്ട്. അമീബയുടെ നല്ലൊരു ശതമാനം അമീബകൾ നമ്മുടെ ചെറുകുടലിലോ വെൺകുടലിലോ വസിക്കുന്ന അമീബകളാണ്. അപ്പോൾ കക്കൂസ് മാലിന്യങ്ങൾ കൂടുതലായിട്ട് പുഴയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പുഴയിൽ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു ഘടകം. രണ്ട്, പലപ്പോഴും ചില കെമിക്കൽ ഇപ്പം വെള്ളത്തിനുണ്ടാകുന്ന രാസപരമായിട്ടുള്ള മാറ്റം അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അതിനകത്ത് വളരുന്ന ജീവികളെ മാറ്റുകയും മറ്റു ചില ജീവികൾ കൂടുതലായിട്ട് വെള്ളത്തിൽ വളരാൻ സഹായിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നയിക്കാം. അന്തരീക്ഷത്തിലെ താപനിലയിലെ വർധനവ്, ജലത്തിലെ രാസമാറ്റം, ഈ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നദിയിലേക്ക് തള്ളുന്നു. ഇവയെല്ലാം തന്നെ അമീബിക് സാന്നിധ്യം നദികളിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഉത്തരവാദി ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി പറയാതെ നിവർത്തിയില്ല. അന്തരീക്ഷ താപനിലയിലെ വർധനവും വെള്ളത്തിലുണ്ടാകുന്ന രാസമാറ്റവുമാണ് അമീബയെ അപകടകാരികളാക്കുന്നത്. വളരെ അപൂർവമായി മാത്രമാണ് ഈ രോഗം ഗുരുതരമാകുന്നത്. ലക്ഷത്തിൽ ഒരാൾക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരാൾ നമ്മളോ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരോ ആയിക്കൂടെ എന്ന് തന്നെ ചിന്തിക്കുക. അവസാനമായി ദുരന്തമുണ്ടായ മണിമലയാറിനെക്കുറിച്ച് പരിശോധിച്ചാൽ കുറച്ചുനാൾ മുമ്പ് ഇവിടെ മീനുകൾ ചത്തുപൊങ്ങിയിരുന്നു. ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് ഇതിന് കാരണമെന്നാണ് റിപ്പോർട്ട്. ശബരിമല സീസണിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ പുഴയിൽ കുളിക്കുന്നത്. പേട്ട തുള്ളുന്നതിനായി ഇവർ പൂശുന്ന വർണ്ണപ്പൊടികളിലെ രാസവസ്തുക്കൾ ഈ ജലാശയത്തിൽ അനായാസമായി അടിഞ്ഞുകൂടുന്നു. അതോടൊപ്പം തന്നെ വൻതോതിൽ കക്കൂസ് മാലിന്യങ്ങളും ഈ പുഴയിലേക്ക് തുറന്നുവിടുകയാണ്. നിരവധി കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്ന ഒരു പുഴയെ എങ്ങനെയൊക്കെ മനുഷ്യൻ അപകട കയങ്ങളാക്കുന്നുവെന്നാണ് ഓർമ്മിപ്പിച്ചത്. ഈ പ്രവൃത്തികളിലൂടെ അമീബ മാത്രമല്ല അപകടകാരികളാകുന്നത്, മറ്റു പല വൈറസുകളും ബാക്ടീരിയകളുമെല്ലാം അപകടകാരികളാകുന്നു. അതാണ് പല പല അസുഖങ്ങളായി മലയാളികളെ രോഗക്കിടക്കയിലേക്ക് എത്തിക്കുന്നത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കണമെങ്കിൽ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും മിതമായ തോതിൽ ഉണ്ടാവണം. ഇവ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. എന്നാൽ അമിതമായ മലിനീകരണ പ്രശ്നങ്ങൾ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുകയാണ്. സന്തുലിതാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം ഏറ്റവുമധികം ബാധിക്കുന്നത് മനുഷ്യ സമൂഹത്തെയാണ്. രാസമാലിന്യങ്ങൾ വൻതോതിൽ അടിഞ്ഞതോടെ പല വൈറസുകളും ശക്തി ആർജിക്കുന്നു. ഇവ ഇന്ന് ജീവസമൂഹത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രോഗങ്ങളും വ്യാപകമായാണ് എത്തുന്നത് എന്നത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പല പ്രതിരോധ മരുന്നുകൾക്കും ചികിത്സാശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രധാന കാരണം വൈറസുകളിലും ബാക്ടീരിയകളിലും ഉണ്ടായിട്ടുള്ള ജനിതക മാറ്റങ്ങളാണ്. രാസവസ്തുക്കൾ ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പല പ്ലാസ്റ്റിക്കുകളും വളരെ വേഗത്തിൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കെമിക്കൽ അംശം വെള്ളവുമായിട്ട് ചേരാനുള്ള സാധ്യതയുള്ള പ്ലാസ്റ്റിക്കുകളാണ്. നമ്മളതിനെ പ്ലാസ്റ്റിക്കിൻ്റെ മൈഗ്രേഷൻ എന്ന് പറയും. ചില പ്ലാസ്റ്റിക്കുകൾക്ക് അതിനകത്തുള്ള കണ്ടെയ്നറിലേക്ക് അതിനകത്തുള്ള വെള്ളത്തിലേക്ക് പെട്ടെന്ന് പ്ലാസ്റ്റിക് കൈമാറ്റം ചെയ്യപ്പെട്ടില്ല. മറിച്ച് നമ്മൾ ഈ പോളിത്തീൻ കവർ പോലുള്ള സാധനങ്ങളൊക്കെ ഒരു പരിധി കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിനകത്തുള്ള പ്ലാസ്റ്റിക്കുകൾ വളരെ വേഗത്തിൽ വെള്ളവുമായിട്ട് കലരും. അപ്പോൾ അത് നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക്കുകൾ കടന്നു വരികയും പ്ലാസ്റ്റിക്കുകൾ ഒരുതരം ഈ ഓർഗാനിക് കെമിക്കൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകാനും, ഇപ്പം മെയിൽ ഇൻഫെർട്ടിലിറ്റി, പുരുഷന്മാരിലുള്ള വന്ധ്യതയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം പലപ്പോഴും ഇങ്ങനെ പ്ലാസ്റ്റിക് ആഹാരമായിട്ട് കലരുന്നതാണെന്നുള്ള പല പഠനങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചില ക്യാൻസറുകളൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കുമായിട്ട് കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഐഴ്സനിക്, ഫ്ലൂറിൻ തുടങ്ങിയ വസ്തുക്കളും പലപ്പോഴും കുടിവെള്ളവുമായിട്ട് കലർന്നു വരാം. ലെഡ് കുടിവെള്ളമായിട്ട് കലർന്നു വരാം. പലപ്പോഴും പഴയ പൈപ്പുകളൊക്കെ ലെഡ് അല്ലെങ്കിൽ കറുത്തീയം കൊണ്ടുണ്ടാക്കുന്ന പൈപ്പുകളാണ്. അപ്പോൾ അത് കാരണം ഇത്തരത്തിലുള്ള കെമിക്കലുകൾ വെള്ളമായിട്ട് കലർന്നു വന്നിട്ട് നമ്മുടെ നാഡീഞരമ്പുകൾക്കും അസ്ഥിക്കും നമ്മുടെ അന്തസ്രാവി വ്യൂഹത്തിനുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനൊരുപക്ഷെ ഒരു കാരണം വെള്ളമായിട്ട് ഇങ്ങനെ കെമിക്കലുകൾ ചേർന്ന് വരുന്നതായിരിക്കും. പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻഫെസലൈറ്റിസ് എന്ന രോഗബാധയെ തുടർന്നാണ് ആൻസലൈൻ മരിച്ചത്. ഉള്ളിലെത്തുന്ന അമീബ തലച്ചോറിൽ എത്തിയാൽ ഉടൻ തന്നെ കോശങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങും. കൂടുതലായും കൗമാരക്കാരെയാണ് ഇത് ബാധിക്കുന്നത്.
ഈ സ്ഥിതി തുടർന്നാൽ കേരളത്തിലെ നദികളെല്ലാം തന്നെ ദുരന്തക്കയങ്ങളായി മാറുവാൻ ഇനി അധികം സമയമില്ല. അമേരിക്കയിലെ മെസ്കേപ്പ് ഏജൻസിയുടെ പഠന റിപ്പോർട്ട് പറയുന്നത് അമീബ മൂലമുള്ള അണുബാധയുണ്ടായവരിൽ 5 പേർ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാണ്. എന്നാൽ ഇവർ കോമ സ്റ്റേജിലാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. തലച്ചോറിലെത്തിയാൽ കോശങ്ങളെ നശിപ്പിച്ചാണ് ഇവ പ്രവർത്തനം തുടങ്ങുന്നത്. തുടർന്ന് രക്തസ്രാവമുണ്ടാവുകയും രോഗി അവശനിലയിലാവുകയും ചെയ്യും. സ്പൈനൽ ഫല്യസ് ടെസ്റ്റിലൂടെയാണ് ഈ രോഗാവസ്ഥ കണ്ടെത്താനാവുന്നത്. മുമ്പ് ആലപ്പുഴയിലും സമാനമായൊരു മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. മെനഞ്ചൈറ്റിസ് രോഗങ്ങളെക്കാൾ തലച്ചോറിന് കൂടുതൽ നാശമുണ്ടാക്കുന്നതാണ് അമീബിക് മെനഞ്ചൈറ്റിസ്. ഇതൊന്നും നിങ്ങളെ ഭയപ്പെടുത്താനായി പറയുന്നതല്ല, പതിയിരിക്കുന്ന ഒരു അപകട സാധ്യതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതാണ്. നേരത്തെ പറഞ്ഞ പോലെ അപൂർവമായി മാത്രം വരാവുന്ന ഒരു രോഗം മാത്രമാണിത്. എന്നാൽ ഇത്തരത്തിൽ മലിനീകരണം തുടർന്നാൽ ഈ രോഗം വ്യാപകമാകാം. അതുകൊണ്ട് ചില മുൻകരുതലുകളും ചിന്തിച്ചുള്ള പ്രവൃത്തിയും വേണമെന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇതൊരു വലിയ പ്രശ്നമാണ്. അമീബിക് ഇൻഫെക്ഷൻ മാത്രമല്ല, ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നേ ചെയ്യാൻ സാധിക്കുള്ളൂ, ഇതെല്ലാം ശുചിയാക്കുക എന്നുള്ളതാണ്. ഇതിനെല്ലാം പെട്ടെന്ന് മരുന്ന് കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കുക എന്നുള്ളത് അത് ഒരു ലോങ് ടേം പ്രോസസ്സാണ്. അതുകൊണ്ട് ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത് പരിസര ശുചീകരണം നടത്തുക, മാലിന്യ സംസ്കരണം നടത്തുക എന്നുള്ളതാണ്. അതിൽ ഹരിത കേരള മിഷൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതോടൊപ്പം ആരോഗ്യ വകുപ്പും ഉറവിട മാലിന്യ സംസ്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ പുഴ മലിനീകരണമൊക്കെ ഒഴിവാക്കണം, ശുദ്ധജലം ഉറപ്പുവരുത്തണമെന്നുള്ള ക്യാമ്പയിനും ഞങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നിരത്തുകളിലെ മാലിന്യ കൂമ്പാരത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന കാര്യം നിങ്ങളും സമ്മതിക്കും. ഒരുപക്ഷെ മഴ കൂടി ഉണ്ടായാൽ ഈ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് നമ്മുടെ നദികളിൽ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നദികളിൽ പ്രവർത്തിക്കുന്ന ജലവിതരണ പദ്ധതികളിലൂടെ കുടിവെള്ളമായി ഇതേ ജലം നിങ്ങളുടെ വീട്ടിലെത്തും. വൃത്തിയുള്ളവർ എന്ന് അഹങ്കരിക്കുന്നവരാണ് മലയാളികൾ. ദിവസവും കുളിച്ച് നല്ല വസ്ത്രവും ധരിച്ച് പുറത്തിറങ്ങുന്നവർ എന്ന് വീമ്പ് പറയുമ്പോഴും പുറത്തേക്കിറങ്ങുമ്പോൾ കയ്യിലെടുക്കുന്നത് സ്വന്തം വീട്ടിലെ മാലിന്യങ്ങളാണ്. പൊതുനിരത്തുകളിൽ ഇവ വലിച്ചെറിഞ്ഞാൽ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന വിശ്വാസത്തിലാണ് ഈ പ്രവൃത്തികളെല്ലാം. സ്വന്തം വീട്ടിലെ മാലിന്യം അയൽക്കാരൻ്റെ പറമ്പിലോ നിരത്തുകളിലോ ഉപേക്ഷിക്കാൻ മടിയില്ലാത്തവർ ചിന്തിക്കേണ്ട ഒന്നുണ്ട്. തങ്ങളുടെ ഈ പ്രവൃത്തികളുടെ ഫലമാണ് അസുഖങ്ങളായി തങ്ങളെ തേടി വരുന്നതെന്ന്. 10 കിലോമീറ്ററാണ് ഒരു കൊതുകിൻ്റെ സഞ്ചാര മേഖല എന്നുകൂടി ഇത്തരക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. ഭക്ഷ്യവേസ്റ്റുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് കൊണ്ടാണ് എലികളും പെരുകിയത്. മഴ കൂടിയെത്തിയതോടെ ഈ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നുള്ള മലിനജലം ജലാശയങ്ങളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഈ ജലമാണ് കുടിവെള്ള പദ്ധതിയിലൂടെ സ്വന്തം വീടുകളിൽ എത്തുന്നത് എന്നുകൂടി ഓർക്കുക. കേന്ദ്രീകൃതമായൊരു മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കാൻ ഭരണകൂടങ്ങൾക്ക് നിരവധി പോരായ്മകളുണ്ട്. അതുകൊണ്ടാണ് ഉറവിട മാലിന്യ സംസ്കരണം എന്ന പദ്ധതിയിലേക്ക് ചർച്ചകൾ നീങ്ങുന്നത്. ശുചിത്വമാണ് ഈ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് പറയുന്നത്. മലിനീകരണം കേരളത്തിൻ്റെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ രൂക്ഷമായിട്ടുള്ള ഒരു പരിസ്ഥിതി പ്രശ്നമായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മലിനീകരണം എന്ന് പറയുന്നത് പരിസരത്തെ മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ടത് ജലത്തെ മലിനമാക്കുന്നുണ്ട്, മണ്ണിനെ മലിനമാക്കുന്നുണ്ട്. അത് പലതരത്തിലുള്ള അസുഖങ്ങളിലേക്കും അതുപോലെ തന്നെ അനാരോഗ്യകരമായിട്ടുള്ളൊരു ജീവിത അന്തരീക്ഷത്തിലേക്ക് നയിക്കുന്നുണ്ട്. മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു സംസ്കാരം, അത് ഒരു സംസ്കാരമായിട്ട് മാറിയിരിക്കുകയാണ്. ആ ശീലവും ഉപേക്ഷിക്കാതെ നമുക്ക് ഈ വൃത്തിയാക്കിയ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഈ നിലയിൽ മണ്ണിൽ കുമിഞ്ഞുകൂടുകയാണെങ്കിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ സ്ഥായിയാക്കാൻ കഴിയുക? ഇതിനെല്ലാത്തിനും ഒപ്പം ഭാഗമായിട്ട് മനുഷ്യൻ്റെ മനോഭാവം മാറ്റുന്നതിനും, മനോഭാവം മാത്രം മാറ്റിയാൽ പോരാ. ഇപ്പോൾ നിങ്ങൾ മാലിന്യം വഴിയിൽ തള്ളരുത്, അല്ലെങ്കിൽ പറമ്പിൽ തള്ളരുത്, കത്തിച്ച് കളയരുതെന്ന് പറയുമ്പോൾ പകരം എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ നിർദ്ദേശിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കുട്ടികളിൽ ഞങ്ങൾ ഏറ്റവും അധികം ഞങ്ങളുടെ പങ്കാളികളായിട്ട് കാണുന്നത് കുട്ടികളെയാണ്. ഞങ്ങളുടെ ഹരിത കേരള മിഷൻ്റെ പാർട്ട്നേഴ്സായിട്ട് കാണുന്നത് കുട്ടികളെയാണ്. അപ്പോൾ കുട്ടികൾ വഴി നമുക്ക് വീടുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സന്ദേശമുണ്ട്.
എൻ്റെ മാലിന്യം, ഞാനുണ്ടാക്കുന്ന മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന നിലയിലേക്കുള്ള ഒരു മനോഭാവ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രചരണ പരിപാടിയും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുകയാണ്. അപ്പോൾ ആ നിലയിൽ ഒരേ സമയത്ത് പരിഹാര മാർഗങ്ങളും അതേ സമയത്ത് തന്നെ അത് ആ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെയും ശീലത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാക്കി കൊണ്ടുവരിക എന്നുള്ളതുമാണ്. ഒരു വെല്ലുവിളി തന്നെയാണ്. ഈ ഭൂമുഖത്തുള്ള സമസ്ത ജീവജാലങ്ങളും മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുവാൻ കഴിയാതെ കുന്നുകൂടുകയാണ്. ഇതെന്തുകൊണ്ട് എന്ന് ചിന്തിക്കണം. നമ്മുടെ മാലിന്യങ്ങൾ നല്ല രീതിയിൽ സംസ്കരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം എന്ന ബോധമാണ് മലയാളികൾക്ക് വേണ്ടത്. അതിനാവശ്യമായ നടപടികൾ നിർബന്ധമായും സ്വീകരിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അപൂർവമായ അമീബ മെനിഞ്ചൈറ്റിസും ഇവിടെ ഒരു സാധാരണ അസുഖമായി തന്നെ മാറും. ലോകത്തെ ഏറ്റവും അധികം ജലം കിട്ടുന്ന രാജ്യം ഇന്ത്യ രാജ്യമാണ്. അതിൽ പ്രമുഖമാണ് കേരളം. എന്നാൽ 1% മാത്രമാണ് ശുദ്ധജലം ലഭിക്കുന്നത്. ആ ശുദ്ധജലം 1% ശുദ്ധജലം ലഭിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ ആണ് ഏറ്റവും കൂടുതൽ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ജലത്തിൻ്റെ സ്രോതസ്സും ജലവിഭവങ്ങളും ജലത്തിൻ്റെ ലഭ്യത വളരെ കൂടുതലാണ്. എങ്കിലും ജലജന്യ രോഗങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പൂർണ്ണമായും പറയുകയല്ല. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളെയും ശരാശരി കണക്കുകളെയും ഒക്കെ നോക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ ജലജന്യ രോഗങ്ങൾ വളരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10-20 കൊല്ലക്കാലമായി ജലജന്യ രോഗങ്ങൾ വൻപിച്ച തോതിൽ വർദ്ധിച്ചു വരികയാണ്. മഞ്ഞപ്പിത്തം, വയറിളക്കം തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ ലെപ്റ്റോസ്പൈറോസിസ്, എലി കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ, ഡെങ്കി പരത്തുന്ന H1N1 പനികൾ, പുതിയ അസുഖങ്ങൾ ഇങ്ങനെ ആളുകളെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലായി വരുന്നുണ്ട് ഇത്തരം പകർച്ചവ്യാധികളിലൂടെയുള്ള. ഇതിന് മാജിക്കൊന്നും നമ്മുടെ കൈവശമില്ല. മാന്ത്രിക വിദ്യകളൊന്നും തന്നെയില്ല. ഒരു ഭരണകൂടത്തിൻ്റെ കയ്യിലുമില്ല, മനുഷ്യൻ്റെ കയ്യിലുമില്ല. മനുഷ്യൻ്റെ ജീവിത രീതികളിലുണ്ടാകുന്ന വ്യത്യാസം, ജീവിത രീതികളിൽ അവൻ പാലിക്കേണ്ട മര്യാദകൾ, സിവിക് കോൺഷ്യസ്നസ്, പൗരബോധം, അതാണ് ഏറ്റവും പ്രധാനം. ആ പൗരബോധം ഭരണകൂടവും കാണിക്കേണ്ടതുണ്ടാണ്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഗവൺമെൻറ് കാണിക്കണം, ജനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ജനങ്ങൾ കാണിക്കണം. ഇതിനകത്തെ ഭരണകൂട ഉത്തരവാദിത്തങ്ങളെപ്പോലെ തന്നെ വ്യക്തികളുടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സിവിക് കോൺഷ്യസ്നസ്, പൗരബോധം ഉള്ള ഒരു ജനത, ആ ഒരു ജനതയാണെങ്കിൽ ഒരിക്കലും അന്യൻ്റെ പുരയിടത്തിലേക്കോ റോഡിലേക്ക് ഇങ്ങനെ വലിച്ച് നമ്മുടെ നെഞ്ചിലേക്ക് എറിയുന്നത് പോലെയാണ്. അന്യൻ്റെ നെഞ്ചിലേക്ക് എറിയുന്നത് പോലെയാണ് റോഡിൻ്റെ പാതയോരത്തും അതുപോലെ തന്നെ പാതയിലും ഈ സാധനം വലിച്ചെറിയുന്നത്. അവനറിയുന്നില്ല അവൻ സ്വന്തം ശവക്കുഴി തോണ്ടുകയാണെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഇത് കെട്ടുന്നതിലാണ്. കെട്ടാതിരുന്നാൽ ഇത് ഇങ്ങനെ എവിടുന്ന് പുഴുവായി പാറ്റയോ ഒക്കെ അങ്ങ് പോകും. ഇതല്ല, ഇത് കെട്ടിവെക്കുകയാണ്. അത് ചീഞ്ഞളിഞ്ഞ് അതിൽ നിന്നും ഉണ്ടാകുന്ന ബാക്ടീരിയ, പലതരം വൈറസുകൾ, പലതരം ബാക്ടീരിയകൾ, അത് ആരോഗ്യ പ്രശ്നം വളരെ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം ചാരിക്കൊണ്ട്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, കോർപ്പറേഷനുകളെ, പഞ്ചായത്തുകളെ മാത്രം നമുക്ക് കുറ്റം, ഒരുതരം വല്ലാത്ത ഉപഭോഗ തൃഷ്ണയാണ്. ഡെങ്കിപ്പനി, തക്കാളിപ്പനി, എലിപ്പനി, വൈറൽ പനി എന്നിങ്ങനെ പുതിയ പേരുകൾ നമ്മുടെ രോഗങ്ങളുടെ പട്ടികയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഒപ്പം മരണങ്ങളുടെ എണ്ണവും 100-ൽ നിന്നും 1000-ങ്ങളിലേക്കും. കേന്ദ്രീകൃതമായ ഒരു മാലിന്യ സംസ്കരണം നടപ്പിലാക്കുവാൻ ഭരണകൂടം പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതിനു വേണ്ടത് നമ്മുടെ സഹകരണമാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം, ഉറവിട മാലിന്യ സംസ്കരണം എന്ന ആശയം നടപ്പിലാക്കുവാൻ ഏവരും സഹകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് ആവശ്യം എന്നുള്ളതിനേക്കാൾ അനിവാര്യതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. അതുവരയ്ക്കും നമസ്കാരം.